ഞാൻ എൻ്റെ സുഹൃത്തായിരുന്ന റാഫിയാണ്. ഈ റാഫി അതിനകം പലപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും അതൊക്കെ ഞാൻ ഒഴിവാക്കി വിടുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ചെയിനില്ലാത്ത ഒരു സംഗതി എന്നാണോ റാഫി എന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിന് ഞാൻ റെഡിയാവുന്നത്. ഇതൊരു യഥാർത്ഥത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുമായിട്ട് സഹകരിക്കുന്നത്. ഇനി മറ്റൊന്നല്ല, ഇതെനിക്ക് ഇതിന്റെ വ്യക്തത മനസ്സിലായപ്പോഴാണ് ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ലോകത്തറിയപ്പെടുന്ന ശിഹാബ് ചോറ്റൂരിനെ ഞാൻ ഇതിലേക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം നിസാരക്കാരനല്ല. 1 വർഷവും 18 മാസവും ഇവിടെ നിന്ന് നടന്ന്, ഇന്ത്യയിലൂടെ നടന്ന് പാകിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളൊക്കെ പോയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയും മദീനത്ത് വിസിറ്റ് ചെയ്യാനുള്ള സന്ദർഭമുണ്ട് തിരിച്ചു വന്നിരുന്ന വ്യക്തിയാണ് ശിഹാബ് ചോറ്റൂർ. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ശിഹാബ് ചോറ്റൂർ? ആ ശിഹാബ് ചോറ്റൂർ എന്താണ് നമ്മളുമായി ജസ്പേലുമായി ചേർന്നുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം? അദ്ദേഹത്തിനെ എങ്ങനെ പരിചയപ്പെട്ടു? ഒരു സെക്കൻഡ്, കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു റിയൽ സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് ഞാനത് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഞാൻ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്നു. വളാഞ്ചേരി SI ആയിരുമ്പോൾ ആരെങ്കിലും തിരൂർക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. തിരൂർ DYSPയുടെ സ്ക്വാഡിലായിരുന്നു. ഒരു കുട്ടിയെ, ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു ദിവസം ജോലിക്ക് പോയി കാണാനില്ല. നാട്ടില് എല്ലാ സോഷ്യൽ പ്രവർത്തനം നടത്തുന്ന ഒരാളായിരുന്നു ശിഹാബ് ചോറ്റൂർ. അറിയപ്പെടുന്ന ആളായിരുന്നില്ല. ഒരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ പ്രശ്നങ്ങളും അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷൻ വരികയാണ്. പോലീസ് സാധാരണ എല്ലാ കേസുകളും വന്നാൽ എന്താ ചെയ്യുക? പോലീസിന്റെ നടപടിയാണ്. എന്താണ് പോലീസ്? അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശിഹാബ് എന്നും പോലീസ് സ്റ്റേഷനിലാണ്. എന്നും പോലീസ് സ്റ്റേഷൻ വരും. CIനെ കാണും, SIനെ കാണും. ആ പെൺകുട്ടിയുടെ ഉമ്മ വളരെ വിഷമത്തിലാണ്. വാപ്പ ഒരു പ്രവാസിയാണ്, സാറെ കണ്ടുപിടിക്കണം. ശിഹാബ് അത് പറഞ്ഞ് തിരിച്ചു പോരും. ഒന്നുമില്ല, നടപടിയൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് പ്രശ്നങ്ങള്, ഇവർ ജനകേസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ സ്ക്വാഡുമായിട്ട് ചേർന്നു. CI പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചേരും. അവരുടെ കൂടെ അന്വേഷണം നടത്തുകയാണ്. ശിഹാബ് ചോറ്റൂര് ആ പെൺകുട്ടി കാണാതായ പോയതിനു ശേഷം 40 ദിവസവും എന്റെ കൂടെ ആ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്റെ കൂടെ ഉണ്ടായിരുന്ന മനസ്സിലാക്കി. അദ്ദേഹത്തിന് ബന്ധമൊന്നുമല്ല, ഒരു നാട്ടിലെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ആ 38ാമത്തെ ദിവസം ഞങ്ങൾ പലവിധ അന്വേഷണം നടത്തി. 38ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്, ആ നാട്ടിൽ തന്നെയുള്ള ഈ പെൺകുട്ടി ഇക്ക എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. ആ പെൺകുട്ടി നടന്നു പോയപ്പോൾ ആ പെൺകുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യുകയും അതിനെ തൊട്ടടുത്തുള്ള ഒരു കോറിയില് മണ്ണിട്ട് കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നത്. ആ 40ാമത്തെ ദിവസം ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ പെൺകുട്ടിയുടെ അമ്മ എന്നും കരച്ചിലാണ്. എന്റെ മകളെ കാണുന്നില്ല എന്നുള്ള കരച്ചിലാണ്. മകളെ കാണുന്നില്ല. അവസാനം 40ാമത്തെ ദിവസം ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥൻ ആ വീട്ടിലെ ഉമ്മയോട് പറഞ്ഞു, നിങ്ങളെ മകളെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ചെയ്ത കാര്യം, ഒരു വീട്ടിൽ നിന്ന് കിറ്റ് എടുത്തിട്ട് ഒരു നൈറ്റിയും ഒരു ബ്രഷും ആ ബാഗിലിടുകയാണ്. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങൾ ഈ ബാഗ് കൊണ്ടുപോകണം. എന്റെ മകൾ പോയിട്ട് 40 ദിവസത്തോളമായി. എന്റെ മകൾ ചിലപ്പോൾ പല്ല് തേച്ചിട്ടുണ്ടാവില്ല, എന്റെ മകൾ ഡ്രസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാണ് കിറ്റ് കൊടുത്തയച്ചത്. ആ അമ്മയ്ക്കറിയില്ലായിരുന്നു, ആ ഉമ്മക്കറിയില്ലായിരുന്നു എന്റെ മകൾ മണ്ണിന്റെ അടിയിൽ എല്ലാ അസ്ഥികൂടമായി കിടക്കുന്നു എന്നുള്ള വിവരം ആ ഉമ്മയ്ക്കറിയില്ലായിരുന്നു. അവസാനം വളരെ സങ്കടത്തോടും വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുറച്ച് അസ്ഥികൂടങ്ങൾ ആ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ കഴിയുന്നത്. ആ ഉമ്മ പറഞ്ഞുള്ള കരച്ചിലാണ്, എന്റെ മകളെ ഒരു ജീവനോട് അന്ത്യചുംബനം നൽകാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ ശിഹാബ് ചോറ്റൂരായിട്ടില്ല.
ആ ശിഹാബ് ചോട്ടിന്റെ ഒരു കാഴ്ചയായിരുന്നു ആ പെൺകുട്ടിയെ കണ്ടെത്തണമെന്നായിരുന്നു. അന്ന് എന്നോട് ശിഹാബ് ചോട്ട് എനിക്ക് മക്കയിലേക്ക് നടന്നു പോകണം. ഞാൻ എന്ത് പറഞ്ഞു, ഈ പയ്യൻ എന്താ പറയണേ, ഈ പയ്യൻ ശിഹാബ്. പക്ഷേ അവസാനം ഞാൻ കേട്ടു, കണ്ടു, പത്രത്തിലൂടെയൊക്കെ വായിച്ചു, ശിഹാബ് ചോട്ട് നടന്നുപോയി. ഞാൻ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ റിയൽ എസ്റ്റേറ്റ് ബസിനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും ഒരു കാര്യം ചെയ്യണ്ട, ഞാൻ ഇതിന്റെ കൂടെയാണ്, ഞാൻ എടുക്കാൻ തയ്യാറാണ്, ഞാൻ ഈ സമയം എടുക്കാൻ തയ്യാറാണ്, ഞാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ശിഹാബ് ചോട്ട് പറഞ്ഞപ്പോൾ ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും